വിധിദിനമാണ്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടക്കാലമായിരുന്നു. ആ പോരാട്ടത്തിന് ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധി ദിനം വോട്ടെണ്ണൽ ദിനമാണ്. 244 കേന്ദ്രങ്ങളിലാണ് സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി. ആദ്യ അരമണിക്കൂറിനകം തന്നെ പല സൂചനകൾ വരുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ. ഉച്ചയോടെ മുഴുവൻ ഫലവും എല്ലാ സ്ഥാപനങ്ങളിലെയും മുഴുവൻ ഫലവും പുറത്തുവിടാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിൽ 73.69% പോളിംഗ് രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞൊരു 15 വർഷത്തെ കണക്കാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു 2% കുറവുമൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാകാതെ പോയത്? അത് ആർക്ക് ഗുണം, ആർക്ക് ദോഷം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു പ്രവചനം അസാധ്യമാണ്. വോട്ടെണ്ണൽ സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി കേവലം 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ വോട്ട് എണ്ണി തുടങ്ങാൻ. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരം വിവരങ്ങളുമായി. പ്രശാന്ത്, നേരത്തെ ഈ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളുമൊക്കെ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഉച്ചയോടുകൂടി മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഫലം അറിയാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ്? അത്തരം വിവരങ്ങളിലേക്ക് കൂടി. ഇലക്ഷൻ കമ്മീഷന്റെ ട്രെൻഡ് സൈറ്റുകൾ വഴി ഈ കൃത്യമായി അപ്ഡേറ്റുകൾ നൽകും. അത് ഓരോ ബൂത്തുകളും എണ്ണിക്കഴിയുമ്പോൾ, അത് ഒരു വാർഡിന്റെ പൂർണ്ണമായ എല്ലാ ബൂത്തുകളും എണ്ണിക്കഴിയുമ്പോൾ ഫലപ്രഖ്യാപനം വരണാധികാരി നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനം, രതീഷ്, ഇത്തവണ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് മുന്നണികൾക്കെല്ലാം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ്, ഒന്നാമത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനു മുൻപ് 3 മാസം മുൻപ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇത്തവണ UDF-നും LDF-നും ബദലായി BJP അവരുടെ ശക്തിയായി വളർന്നു വരാനുള്ള സൂചനകൾ കാണിക്കുമോ എന്നതാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17% 2020 BJP കൈവരിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ആകുമ്പോൾ അവരുടെ വോട്ട് ശതമാനം 20%-ലേക്ക് എത്തി. 20% എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നമ്പറല്ല. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 6 മാസം മുൻപ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇപ്പോഴത്തെ BJP നേതൃത്വത്തിനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നു. അതെന്താണ്? അത് 25% വോട്ടും 10,000 വാർഡ് വിജയവുമെന്നതാണ്. നേരത്തെ BJPക്ക് 2020 ഉണ്ടായിരുന്നത് 1600 വാർഡുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നഗരസഭാ ഭരണവും ഉണ്ടായില്ല. ഇത്തവണ അവർ തിരുവനന്തപുരം നഗരസഭാ ഭരണം പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല തൃശ്ശൂരിൽ 2ാമത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 30 മുനിസിപ്പാലിറ്റികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, അവർ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കാരണം ഇന്നലെ രാത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ യോഗം ചേരുന്നു. ഇന്ന് ആഹ്ലാദത്തിന്റെ ദിനമാണ്, വലിയ ആഘോഷത്തിന്റെ റിസൾട്ടുകൾ വരാനിരിക്കുന്നു എന്നടക്കമുള്ള ഒരു ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് മറ്റ് 2 മുന്നണികൾ LDF-ഉം UDF-ഉം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നതെന്ന് അമൽ നമ്മോടൊപ്പം ഉണ്ട്. അമൽ, UDF തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 2015-നും 2020-നും വ്യത്യസ്തമായി ഒരു ത്രികോണ മത്സരത്തിന്റെ ഫീല് കൊടുത്ത് ആദ്യം തന്നെ രംഗത്തിറങ്ങി. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകൾ ഇല്ലാത്ത രീതിയിൽ, ഗ്രൂപ്പ് വഴക്കുകൾ ഇല്ലാത്ത രീതിയിൽ ഇത്തവണ മാനേജ് ചെയ്തിട്ടുണ്ട്. നഗരസഭയിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്നത് 51 LDF, 34 BJP, 10 മാത്രമാണ് UDF. എത്രയിലേക്ക് എത്തും UDF? UDF-ന്റെ കണക്കനുസരിച്ച് UDF-ന് 15 മുതൽ ഒരു 25 വരെ സീറ്റുകൾ, അതാണ് അവരുടെ ആധികാരികമായ കണക്ക്. അതിൽ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു 20-നടുത്തേക്ക് സീറ്റിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കൈവിട്ടു പോയ UDF-ന്റെ എല്ലാ കാലത്തെയും കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട തീരദേശ മണ്ഡലങ്ങളുണ്ട്, തീരദേശ വാർഡുകളുണ്ട്. തീരദേശ വാർഡുകൾ പൂന്തുറ അടക്കമുള്ള, ഭീമാപ്പള്ളി അടക്കമുള്ള മേഖലയിൽ കിടക്കുന്ന വള്ളക്കടവ് അടക്കമുള്ള വാർഡുകൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ UDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, നിലവിൽ ജില്ലാ പഞ്ചായത്ത്, ഈ പൊളിറ്റിക്കലായ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ 26 ഡിവിഷനുകൾ ഉള്ളതിൽ 26-ൽ 20-6 എന്നുള്ളതായിരുന്നില്ല. അതിനുശേഷം ബൈ ഇലക്ഷൻ നടന്നു. വെളനാട് CC പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുന്നു. ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അത് വീണ്ടും കുറയുകയാണ്. അത് 5-ലേക്ക് കുറഞ്ഞു. അങ്ങനെ 21-5 എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. അത് ഒരു പകുതിയിലേക്കെങ്കിലും, ഒരു ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ UDF പങ്കുവയ്ക്കുകയാണ്. 10-ന് മുകളിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ശക്തമായൊരു മത്സരം നടക്കാൻ കാരണം, തിരുവനന്തപുരത്ത് ഇത്രയേറെ വാശിയേറിയ മത്സരം, അല്ലെങ്കിൽ സംസ്ഥാനം തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കോർപ്പറേഷനായി, അല്ലെങ്കിൽ ഒരു ജില്ലയായി തിരുവനന്തപുരത്തെ മാറ്റിയതിനുള്ള കാരണം UDF-ന്റെ ഈ ഇറങ്ങിയുള്ള ഒരു കളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ BJP-യുടെ ആണെങ്കിലും UDF-ന്റെ ആണെങ്കിലും പ്രതീക്ഷകൾക്കെല്ലാം മങ്ങൽ ഏൽപ്പിക്കുന്നത് ഒരു വാർഡ് വിഭജനത്തിന്റെ ഒരു പുതിയ വാർഡ് പുനർനിർണയ രീതി തന്നെയാണ്. ഇപ്പോൾ BJP കണക്ക് കൂട്ടുന്നു, അവർ 48 മുതൽ 54 വരെ സീറ്റ് കിട്ടുമെന്ന്. പക്ഷെ അപ്പോഴും നേതാക്കൾ അല്ലാതെ പറയുന്നത് 42 സീറ്റ് ഉറപ്പാണ്. അപ്പോഴും ആർക്കും ഭൂരിപക്ഷമില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആകുക ആര് എന്നെ സംബന്ധിച്ച ഒരു മത്സരമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. LDF
കഴിഞ്ഞ 51 എങ്ങനെ LDF എത്താൻ സാധിക്കും ഇങ്ങനെ UDF ശക്തമായ മത്സരത്തിൽ നിൽക്കുമ്പോൾ? ഏതായാലും അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്തൊട്ടാകെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നതാണ് ഏത് പാർട്ടികൾക്കും അതൊരു തലപ്പാവാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു നിർണായകമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസം ഉള്ളത് പലതരത്തിൽ കോർപ്പറേഷൻ ഇതൊരു പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണോ ചർച്ചയായതെന്നുള്ളതിനാണ് നമുക്ക് ഇനി ഉത്തരം കിട്ടേണ്ടത്. ഏതായാലും 7 മണിയോടുകൂടി അതിന് ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു 8 മണിയോടുകൂടി അതിൻ്റെ വോട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ കോൺഗ്രസും BJPയും നഗരസഭയിൽ കൊണ്ടുവന്നിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഏറ്റവും ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആര്യ രാജേന്ദ്രൻ പൂർണ്ണമായും അതിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറി നിന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ആ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കോൺഗ്രസ്. പക്ഷേ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു വലിയ ആയുധമായിരുന്നില്ലേ LDF? അത് പ്രതിരോധത്തിലല്ലേ? കാരണം എന്തുകൊണ്ട് നേട്ടങ്ങൾ കൈവച്ചെങ്കിൽ ആര്യ പ്രചാരണത്തിന് ഇറക്കിയില്ല, മത്സരിപ്പിച്ചില്ല? അങ്ങനെ ഒരു പ്രതിരോധത്തിലായിരുന്നു LDF. പക്ഷേ അത് കൃത്യമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി, പൊളിറ്റിക്കലാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനും BJPക്കും കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പകരം ചർച്ച ചെയ്യപ്പെട്ടത് ഒരു കേരള പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയമാണ് പലപ്പോഴും ചർച്ചയായിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ LDFന് അതൊരു നേട്ടമായി അവർ കണക്കുകൂട്ടുന്നു. അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു 45-നും 56-നും ഇടയ്ക്ക് ഒരു വാർഡുകൾ പിടിക്കാൻ കഴിയുമെന്നൊരു തികഞ്ഞ ആത്മവിശ്വാസം LDFനെ സംബന്ധിച്ച്. വളരെ വാശിയുണ്ടായിരുന്ന മത്സരമാണെന്ന് പറയുമ്പോഴും പ്രചാരണത്തിൽ ഒരു മുൻകാലത്ത് ഒരു ആവേശം അത് 3 മുന്നണികളിലും കാണാൻ സാധിച്ചില്ല. അതായത് ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട് എന്നൊരു ഫീല് ഈ 1 മാസത്തെ പ്രചാരണ കാലത്തിൽ നമുക്ക് കണ്ടില്ല. അത് തന്നെ പ്രതിഫലിക്കുന്നതല്ലേ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ്? തീർച്ചയായിട്ടും. കാരണം മുൻ വർഷങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2020-ൽ ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് കൂടി ഇപ്പോൾ അന്നവർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റ് കിട്ടി ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കരഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പോയതെന്ന് പറയാം. അതിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് കോൺഗ്രസ് വരുമ്പോൾ ഒരു വലിയ മത്സരത്തിന്റെ ഒരു പ്രതീതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് പ്രചാരണത്തിൽ വലിയൊരു ശക്തിയും ഒരു ആവേശമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അത് 3 മുന്നണികൾക്കും ഏതായാലും അതിന് വലിയ രീതിയിൽ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് 7 മണിയാകാനാണ്, വോട്ടെണ്ണി തുടങ്ങാനാണ്. എന്ത് ട്രെൻഡിലേക്കാണ് തിരുവനന്തപുരം ഇതിൽ പറയാനുള്ളത്? അതായത് ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനമാണ്. കാരണം 45 വർഷമായി ഭരിക്കുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. പക്ഷേ UDFനെയും BJPയെ സംബന്ധിച്ചുള്ള കാര്യം നോക്കിയാൽ UDFന് ഇവിടെ ഇത്തവണ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് K മുരളീധരനാണ്. അപ്പോൾ 10 സീറ്റിൽ മാത്രമുണ്ടായിരുന്ന UDF എത്ര കണ്ട് ഉയർത്തും? അത് K മുരളീധരന്റെ തന്ത്രങ്ങളുടെ വിജയമാണ്. വളരെ പ്രധാനമാണ്. K മുരളീധരൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആ തീരുമാനങ്ങളെല്ലാം സ്വാധീനിക്കാൻ പോകുന്ന വലിയ ഘടകമായിരിക്കും കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ UDFന്റെ പ്രകടനം എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ ഭാവി എന്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം സാധ്യതകൾ എന്ത് എന്നതിൻ്റെയൊക്കെ ഒരു സൂചകമായിരിക്കും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. LDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് തിരുവനന്തപുരത്ത് നടന്നത്.